ഹായ് ഗായ്സ്, തൊഴിൽ മീഡിയയിലേക്ക് വീണ്ടും ബിഗ് ബോസ് ടോക്ക് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇന്നലെ വരെ പ്രൊമോ റിയാക്ഷൻ്റെ അതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊരു പ്രതികരണം കൂടിയാണ്. അതായത് ഒരു കപ്പിൾസിനെ രണ്ടാക്കാമെന്നുള്ള മോഹം, അതിൻ്റെ വകതിരിവില്ലായ്മ, ഒരു വിവരക്കേട്, ഫ്രീഡം എന്ന് കിട്ടുന്ന രാജ്യത്ത് ജീവിക്കാൻ അർഹിക്കുന്ന വിധത്തിലാണ് അവർ ജീവിച്ചിരിക്കുന്നത്. UK പഠിച്ച് വളർന്ന് വലിയ തോതിൽ ജീവിച്ച ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റൻസ് കാണിച്ച പുച്ഛമായ ഭാവത്തോടെ നമ്മൾ പറയുകയാണ്, യുവർ വേസ്റ്റ് കണ്ടസ്റ്റൻസ് ഈസ് ബിഗ് ബോസ്. അങ്ങനെ തന്നെ പറയും. ഒരു ഐഡൻറ്റിറ്റി സൊസൈറ്റിയിൽ അവർക്ക് അതിൻ്റെതായ ഫലം കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം ഇത്തരക്കാർ തിരഞ്ഞെടുക്കുന്നത് എന്നത് മനസ്സിലാക്കാത്ത അങ്ങത്തവർക്കുള്ള മറുപടിയാണ് ലാലേട്ടൻ ഇപ്രാവശ്യം വന്ന ബിഗ് ബോസിൽ കാണിച്ച ആ തകർപ്പൻ. അതായത് ചൂണ്ടിക്കാണിക്കേണ്ടത് ചൂണ്ടിക്കാണിച്ചു എന്നതാണ്. സത്യാവസ്ഥ തെളിയിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരുപാട് പേർക്ക് നീതി കിട്ടാറില്ല, അനീതിയാണ് കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരാളുടെ അവകാശം നിഷേധിക്കുക എന്ന് പറയുന്നത് അവരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണമെന്നാണ്. ആ അർത്ഥത്തിലേക്ക് നമ്മളെ രാജ്യം, നമ്മുടെ ഇന്ത്യ മുന്നോട്ട് പോകാൻ പാടില്ല. ഒരു കമ്മ്യൂണിറ്റിക്കും അവരവരുടെ അവകാശമോ അവരവരുടെ നിലനിൽപ്പോ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ ആസ്വദിക്കാൻ പാടില്ല. അത് നമ്മുടെ നിഗമനങ്ങളിലോ നമ്മുടെ ജഡ്ജ്മെൻറ്റുകളിലോ വിധയിക്കുന്ന തീരുമാനമല്ല. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്, പേഴ്സണൽ കമ്മ്യൂണിറ്റി, സെക്സ്വാലിറ്റി കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ നമ്മൾ തേടുന്നത്. പക്ഷേ അവർക്കതിൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ടാണ് ഓരോ കപ്പിൾസും വ്യത്യസ്തരാകുന്നത്. അവരുടെ ജീവിതം അവർക്ക് തിരഞ്ഞെടുക്കാവുന്ന അവകാശങ്ങളെല്ലാം കൊടുത്തിട്ടും ഇവിടെ ചിലർ, അതായത് പൊസസീവ്നെസ് എന്ന് പറയും, ആ ഒരു കാര്യം വെച്ചുകൊണ്ട് തൻ്റെ കാര്യങ്ങൾ മാത്രം, താൻ ചിന്തിക്കുന്നത് മാത്രം ശരിയെന്ന ഭാവത്തോടെ ചിന്തിക്കുന്ന ചില എക്സ് കണ്ടസ്റ്റൻസ് ഉണ്ട് ഇവിടെ. അവരുടെ രീതിക്കൊപ്പം മറ്റു മത്സരാർത്ഥികൾക്കോ മറ്റ് കണ്ടസ്റ്റൻസിനോ പോകാൻ കഴിയുമെന്നുള്ള ചിന്ത അവർ കൊണ്ട് നടക്കും. അതിന് കൂട്ടുനിൽക്കാൻ ഒരു മസ്താനി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു UK സ്റ്റഡി പഠിച്ചിട്ട് എന്താ പറയുക, കള്ളം ചെയ്താൽ പോരാ, നിൽക്കാനും കൂടി അറിയണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കത് കാണാം. ലാലേട്ടൻ എന്താണ് ഇന്നലെ തകർത്ത് വാരിയത് എന്നത് നമുക്ക് സമ്മർ മീഡിയ പറയുന്നത് നമുക്കൊന്ന് കാണാം. പ്രതികരണങ്ങൾ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം ഒരു അച്ഛൻ കൂടിയാണ്, അദ്ദേഹത്തിനും മക്കളുണ്ട്. സോ അദ്ദേഹത്തിന്റെ മക്കളുടെ പ്രായം പോലും ഇല്ലെന്ന് തോന്നുന്നു ആദിലേക്കും നൂറയ്ക്കും. അതിനേക്കാൾ ചെറിയ കുട്ടികളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹം ഇമോഷണൽ ആയിട്ടാണ് റിയാക്ട് ചെയ്തത്. നമ്മള് ലാലേട്ടൻ സാധാരണ പ്ലാൻ ചെയ്ത് സംസാരിക്കുന്നതും അദ്ദേഹം അല്ലാതെ വന്ന് പൊട്ടിത്തെറിക്കുന്നതും പലപ്പോഴും നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ ചിലപ്പോ വലിയ ദേഷ്യമൊന്നും വിളിക്കണ്ടാവില്ല, പക്ഷെ ഗെയിമിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ദേഷ്യം കാണിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ ജെന്യുവിൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സാധാരണ മനുഷ്യന്റെ ഒരു അച്ഛന്റെ മനസ്സിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്. അദ്ദേഹം അക്ബറിനോട് ചോദിച്ചു, അഭിലാഷിനോട് ചോദിച്ചു, അനീഷിനോട് ചോദിച്ചു, ഒണീലിനോട് ചോദിച്ചു, നിങ്ങളൊക്കെ ഇത് കേട്ടോണ്ടിരുന്നില്ലേ? എങ്ങനെ നിങ്ങൾക്ക് ഇത് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞു? അപ്പൊ അക്ബറൊക്കെ കേട്ടു, പ്രതികരിക്കാഞ്ഞിട്ടാണ്. അക്ബർ പറയുന്നത് അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ്. അങ്ങനെയല്ല, പ്രതികരിക്കണമായിരുന്നു. അവിടെ ഈ വിഷയങ്ങളിൽ പ്രതികരണ ശേഷിയുള്ള ഒരാൾ അക്ബറാണ്. അക്ബർ പോലും അവിടെ മിണ്ടാതിരുന്നു. സാധാരണ ഇത്തരം വിഷയങ്ങളിൽ അക്ബർ കുറച്ചും കൂടെ അവരെ കുത്തി പറഞ്ഞു എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ പലരും പ്രോഗ്രസീവ് കളിച്ച് നിൽക്കുന്നത് അവർക്ക് അവിടെ നിന്ന് പറയാൻ പറ്റില്ല അത്രേ.
ഇതൊക്കെ ഒരു കണ്ടന്റിന്റെ ഭാഗം തന്നെ. പറഞ്ഞാൽ ഇനി എങ്ങാനും വോട്ട് കുറഞ്ഞു പോയാലോ എന്ന് എഴുതിയിട്ടായിരിക്കും. വോട്ട് മാത്രമല്ല, അതാണ് ഒരു കോണ്ടന്റ് പരമായിട്ടാണ് വോട്ടുകൾ അവർക്ക് കൊടുത്തു. പക്ഷെ ഞാൻ അല്ലാതെ നമ്മുടെ കോണ്ടന്റ് ഇല്ലാത്ത കേസിൽ വോട്ട് കൊടുക്കാൻ പ്രേക്ഷകർ മണ്ടന്മാരെ പോലുള്ളവരെ പലരും ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാത്തുള്ളവരും ഉണ്ട് കേട്ടോ, ഒരുപാട് മനുഷ്യന്മാര്. നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കണം. അതുപോലെ കൈയടിച്ച പ്രേക്ഷകരില്ല അവിടെ ഇരുന്ന്, അവരും നമ്മുടെ സമൂഹത്തിലുള്ളവരാണ്. ആദിലേക്ക് നൂറയ്ക്ക് വേണ്ടി കൈയടിച്ചവര് എത്രയോ ആളുകൾ കമന്റ് ബോക്സിൽ ആദിലേക്ക് നൂറയ്ക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. സോ നമ്മുടെ സമൂഹത്തിൽ നല്ല മനുഷ്യന്മാർ ഒരുപാടുണ്ട്. അതിനിടയിൽ നമ്മുടെ എത്ര ഹാർപ്പിക്ക് എടുത്ത് കഴിയാലും പോകാത്തൊരു കീടാണുമില്ലേ, അങ്ങനെയുള്ള കീടാണുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള കീടാണുകൾ ചിലത് ബിഗ് ബോസ് വീടിനകത്തുമുണ്ട്. അവരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ലാലേട്ടന്റെ ഉണ്ടല്ലോ, അത് വളരെ ജെന്യൂൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ജെന്യൂൻ ആയിരുന്നു ലാലേട്ടൻ എന്ന്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഒരു വാദോരാതെ പറയാൻ കഴിയുന്ന അക്ബറൊക്കെ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയ കേസുകൾ മിണ്ടാതിരുന്നു എന്നതാണ്. നാളെ എന്തറിയാം, നാളെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രമോ എന്താണ് വിശേഷിപ്പിക്കുന്നത് നമുക്കറിയില്ല. അതും കൂടി നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അറപ്പ് തോന്നിപ്പോയ ഒരുപാട് കാര്യങ്ങളാണ് ഇവർ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ലാലേട്ടൻ ഇത്രയും വിമർശിക്കണമെങ്കിൽ ലാലേട്ടൻ അത്രയും അറപ്പും വെറുപ്പും ഇവരോടുണ്ടായി കാണണം. അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സ് ഇവർക്കുണ്ടാവണമായിരുന്നു. ഒരു രണ്ട് വ്യക്തിയെ മാത്രമല്ല, ഒരു റിയാലിറ്റിയും കൂടിയാണ് ഇവർ ചുട്ടുകളയുന്നത്. ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മറ്റുള്ളവരും അത് ഇഷ്ടപ്പെടണമെന്നാണോ? സോ റിയാലിറ്റി, ഈ ബേസിക്കായ കാര്യങ്ങൾ പോലും ഇവർ പഠിച്ചിട്ടില്ലേ? UK ലണ്ടനിലൊക്കെ ജീവിച്ച് വളർന്ന ഇവർ ഈ ലെവലിൽ ചിന്തിക്കുന്നു. വെറും തരം താണ ലോക്കൽ രീതിയിൽ ഇവർ ചിന്തിക്കുന്നു. അതും കൂടി നമുക്ക് കേട്ടിട്ട് നമുക്ക് പോകാം. നമ്മള് കുറെ വിദ്യാഭ്യാസം നേടിയാലോ, അങ്ങ് വിദേശത്ത് പോയി പഠിച്ചാലോ, സെറ്റിൽഡ് ആയാലോ നമുക്ക് വകതിരിവ്, വിവരം, അല്ലെങ്കിൽ സാമാന്യ അല്ലെങ്കിൽ എവിടെ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ സംസാരിക്കണം, അറിയണമെന്നില്ല. അതായത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന വിദേശത്ത് പോയി ജോലി ചെയ്ത വലിയ സംഭവമായിട്ടാണ് ചെറിയ രണ്ട് കുട്ടികളാണ്. അവരുടെ ജീവിതം ഇങ്ങനെയാണ്. ഇവർ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. നമ്മൾ വിചാരിക്കും വലിയ സംഭവമാണ്, കുറെ ഡിഗ്രികൾ ഉള്ളത് കൊണ്ടോ അവരെ ഹേർട്ട് ചെയ്യാൻ പാടില്ല. അവരെ കുടുംബക്കാർ പോലും വിമർശിച്ചിട്ട് കാര്യമില്ല. അവരുടെ ജീവിതം ഇങ്ങനെ പോവുകയുള്ളൂ. അവർ സമ്പാദിച്ചിട്ടാണ്, അവർ അധ്വാനിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. പിന്നെ ചില മതത്തിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ മതം എല്ലായിടത്തും സത്യം, എല്ലായിടത്തും ഒരു റൈറ്റ്നെസ് ഉണ്ട്. വളരെ വ്യക്തമായി പറഞ്ഞു. അങ്ങനെ ചിന്തിക്കുന്ന വിഭാഗമല്ല ഇപ്പോ ഭൂരിഭാഗം മനുഷ്യർ. ലക്ഷ്മിയുടെ വിവരക്കേടാണ് ഇത്. അങ്ങനെ ഇൻഫ്ലുവൻസ് ആവുന്നതല്ല. ഇവര് UK പോയി എന്തൊക്കെ വലിയ സംഭവമാണെന്നല്ലേ പറഞ്ഞത്. മിനിമം ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയാമെങ്കിൽ ഒന്ന് ഗൂഗിൾ. എത്രയോ സ്റ്റഡീസ് ഉണ്ട് ഇത്തരത്തിലുള്ള മനുഷ്യരെ കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ഒരു കീടാണുമായിട്ട് മാത്രമാണ് ലക്ഷ്മിയെ പോലുള്ളവരെ ഞാൻ കാണുന്നത്. ഇതെനിക്ക് പറയാൻ, കാരണം രണ്ട് മനുഷ്യരെ സാധാരണ നമ്മളെയൊക്കെ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ മാത്രമല്ല, അതും ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാനുള്ള എന്ത് കാര്യമാണ് ഇവർക്ക്. ഇവർ അത് ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള എന്റെ വിരോധമല്ല, അവരുടെ നിലപാടിനോടുള്ള അവർക്കുണ്ടാകുന്ന വ്യക്തിപരമായിട്ട് എന്റെ ഒരു അഭിപ്രായം എന്ന് പ്രശ്നങ്ങൾ കോവിഡ് വൈറസ് ഭേദമാണ് കേട്ടോ. സീരിയസ്ലി ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. ലക്ഷ്മിയെ ഇഷ്ടപ്പെടുന്നവരോ ലക്ഷ്മിയുടെ ഫ്രണ്ട്സോ പർപ്പസ്ഫുള്ളി പറയുന്നല്ല. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമുണ്ട് എന്ന് ഞാൻ പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവരെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുമെന്ന് അവരുടെ പ്രവൃത്തികൾ പറയാണ്. മാത്രം നടത്തി അവിടെ അവരുടെ ഭാഗം മാത്രം കാര്യം ചെയ്യുന്നവരാണ്. അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്ത് കൊടുക്കില്ല എന്ന് പറയുന്നതല്ല. അതിന്റെ രണ്ട് മനുഷ്യരെ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനോ അവരെ ഉൾക്കൊള്ളാനോ കഴിയാത്തവര്
അല്ലെങ്കിൽ അവരെ വീട്ടിൽ കയറ്റാൻ അവരെ കൊള്ളാത്തവരാണെന്ന് കൊല്ലുക വിചാരിക്കുന്നവര് വരെ ചിന്തിച്ചു, എന്തുമാത്രം കൊന്നുകളയാനുള്ള നമ്മുടെ നാട്ടിലൊക്കെ മനുഷ്യരെ ദുരഭിമാന നടക്കുന്നത് നിങ്ങൾ കൊല്ലുക കേട്ടിട്ടില്ലേ? എന്ന് പോലും അതായത് വേറെ ചിന്തിക്കുന്ന ഒരു ജാതിപ്പെട്ട ആളെ വിഭാഗം. കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് അതാണ് മകളെ കൊല്ലുക ലക്ഷ്മിയെ അല്ലെങ്കിൽ മകനെ കൊല്ലുക. ഇങ്ങനെ ജാതിയുടെയും അവർക്കത് മതത്തിന്റെയും ഒക്കെ പേരിൽ ദുരഭിമാന സൊസൈറ്റി കൊലകൾ എന്ന് പറയുന്ന എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിന് സ്ഥലത്തെ നാണക്കേടാണ്. എന്റെ കുടുംബത്തിൽപ്പെട്ട ആ ഒരാള് സമൂഹം വേറൊരാളെ കല്യാണം കഴിച്ചു, അവരെ വേറെ ജാതിപ്പെട്ട അറപ്പോടെ അല്ലെങ്കിൽ മതത്തിൽപ്പെട്ട നോക്കണമെന്ന്. ഒരാളെ കല്യാണം കഴിച്ചു, എനിക്ക് ഭയങ്കര നാണക്കേടാണ്. അതുപോലെ എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി, ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഗേ ആയിട്ടുള്ള ഒരു ആൺകുട്ടി ജനിച്ചുപോയി, എനിക്ക് നാണക്കേടാണ്. ഇത്തരം മനോഭാവമുള്ളവര് സൊസൈറ്റിക്ക് ഭീഷണിയാണ് എല്ലായ്പ്പോഴും. അതിപ്പോ ഇന്ത്യയിലാണെങ്കിലും അങ്ങ് ബ്രിട്ടനിലാണെങ്കിലും പറയാനുള്ളത് നമ്മൾ പറയണമല്ലോ. ലക്ഷ്മിയുടെ ആ ഒരു സംസാരം, ശൈലി, ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരുതരം ഒരു നിർവികാരതയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതൊരു മനുഷ്യനാണ് ഇവരൊക്കെ. ഇങ്ങനെയൊന്നും ആകരുതാലും, എനിക്ക് അതേ പറയാനുള്ളൂ. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും നിലപാടുകളൊക്കെ പറയാം, പക്ഷെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇത്രമേൽ വെറുക്കാൻ പാടില്ല. കാരണം ഇത് എല്ലാ പരിധികളുടെയും ലംഘനമാണ്. എനിക്ക് നൂറയുടെയും ആദിലയുടെയും ഒക്കെ, പ്രത്യേകിച്ച് നൂറയുടെ കേട്ടോ, ആദിലെ പിടിച്ചു നിന്നു. കണ്ണുനീര് കണ്ടപ്പോ സങ്കടം തോന്നിപ്പോയി. കാരണം അവര് മനുഷ്യരല്ലേ. അവർക്കിതൊരു പുതുമയുള്ള കാര്യമായിരിക്കത്തില്ല. അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ഒരുപാടൊക്കെ സഫർ ചെയ്ത്, അവരുടെ നാട്ടിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്നൊക്കെ ഒത്തിരി സഫർ ചെയ്തവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്മി എന്ന് പറയുന്നത്, അതിപ്പം എന്താ പറയാ, നമ്മള് നടന്നു പോകുന്ന സമയത്ത് ഞാൻ കൂടുതൽ കാടേറി പോകുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഉദാഹരണങ്ങൾ, പറഞ്ഞാൽ കുറച്ച് കൂടി. അത് തന്നെ, കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരും മനുഷ്യരാണ്. അവർ ഒരു 2 ലേഡീസാണ്. അവരുടെ വികാരങ്ങൾ, അവരുടെ സെക്ഷുവാലിറ്റി അതൊന്നും അളക്കേണ്ടത് ഇവരല്ല. അത് ചിന്തിക്കാൻ പോലും പാടില്ല. സമൂഹം അത് നമ്മളെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന വേണ്ടാത്ത ചിന്തകളാണ് ഇവർ സൊസൈറ്റിയെ ബോധിപ്പിക്കുന്നത്. ആ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയാണ് സൊസൈറ്റിയിലൊരു അക്സെപ്റ്റൻസ്, ഇത്തരത്തിലുള്ള വിഭാഗക്കാർക്ക് സൊസൈറ്റിയിലൊരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുക്കുന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നുകൊണ്ട് പബ്ലിക്കായി പറയാൻ യാതൊരു അർഹതയും സാധാരണ ലൈഫിലല്ലല്ലോ ഇവർ ജീവിച്ച് വന്നത്. ഇവരൊരു ലണ്ടൻ ബാക്ക്ഗ്രൗണ്ടുള്ള പെൺകുട്ടിയല്ലേ. ഇവരുടെ റിയാലിറ്റിയിൽ അത് തെറ്റായി കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? അപ്പോൾ ഇവർ പറയുന്ന രീതി എന്നോട് നമുക്കൊരിക്കലും ശരിവെക്കാൻ പറ്റില്ല. ലെസ്ബിയൻസ് കപ്പിൾസിനെ നമ്മൾ ഒരിക്കലും, ആദില നൂറയുടെ ലൈഫിനെ ഒരിക്കലും നമുക്ക് അടിച്ചു ഒതുക്കാൻ പറ്റില്ല. ഒരു റിയാലിറ്റി ഇല്ലാത്ത ലൈഫല്ല ഇവരെ ലൈഫിലാണ് ഒരു റിയാലിറ്റി, ഒരു പക്വത ഒക്കെയുള്ള പെൺകുട്ടികളാണ് ഇവർ. ഇവരെ ലൈഫിനെ അങ്ങനെ ചോദ്യം ചെയ്യാൻ മാത്രം വലിയവരല്ല ലക്ഷ്മി എന്നും മസ്താനിയൊക്കെ. ഇവരുടെ വിചാരം ഇവരാണ് ഏറ്റവും വലിയ സംഭവമെന്നൊക്കെ ചിന്തിച്ച് നടക്കുന്നവർക്ക് കിട്ടുന്ന ഒരു 8ന്റെ പണിയാണ്. അതായത് ഒരു കൊട്ട് എന്ന് പറയും. ഇവരൊക്കെ പൊട്ടക്കണക്കിൽ കിടക്കുന്ന തവളകളാണ്. വിവരമോ ബോധമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. എല്ലാം നഷ്ടപ്പെട്ടവരാണിവർ. ഇവർക്ക് ഇനി അതിൽ ക്രിഞ്ചന്മാരെ പോലെ അവസ്ഥകളാണ് ഇവർക്ക് ഒരിക്കലും ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒരു നല്ലൊരു സൊസൈറ്റിയോ ഇവരെ പിടിച്ചു നിർത്തില്ല. ഇവരെല്ലാ സമൂഹത്തു നിന്നും ഒഴിവാക്കപ്പെട്ടവരാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നോൺ സ്റ്റിക്കായ തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന ഒരു വിവരമില്ലായ്മ ഇവർക്കുണ്ട്. ലക്ഷ്മി എന്ന് പറയുന്ന ഈ താടകക്ക് ഉണ്ട് എന്ന് വിവരക്കേടാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. പബ്ലിക്കിൻ്റെ മുന്നിൽ, ഈ സൊസൈറ്റിയുടെ മുന്നിൽ ഇവർക്കുണ്ടാവേണ്ട ആക്സെപ്റ്റൻസ് ഇല്ലാതാക്കാനുള്ള മറ്റൊരു അഭിപ്രായ സ്വാതന്ത്ര്യം എടുത്തിടുന്നു. ഇതൊക്കെ മറ്റുള്ളവൻ്റെ മൂക്കിൻ്റെ അടുത്ത് തീരണം. അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അവനവൻ്റെ കൈകളിൽ നിന്ന് തന്നെ തീരേണ്ട കാര്യമാണ്. അല്ലാതെ മറ്റുള്ളവൻ്റെ സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നവരല്ല മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സിന് ഇവിടെ ആവശ്യമില്ല. ഈ സൊസൈറ്റിക്ക് അവനവൻ്റെ ഫ്രീഡമാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, അതാണ് എക്സ്പ്രഷൻ ചെയ്യേണ്ടത്. അതിനു വേണ്ടി മാത്രമാണ് ഇവിടുത്തെ സമൂഹത്ത് ജീവിക്കുന്നത്. നമ്മളൊക്കെ ഒരു സാമൂഹിക ജീവിയാണ്. ആ സാമൂഹിക ജീവിക്ക് ഇവിടെ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ആ പേഴ്സണൽ കാര്യങ്ങൾ മറ്റുള്ളവൻ്റെ ഹേർട്ടിങ് ആവുന്നത് എങ്ങനെയാണ്?
അത് അവൻ്റെ ഗ്രഡ്ജിങ് അവൻ എങ്ങനെ ഡിഗറിങ് ആകുന്നത്? നോ. അപ്പുറത്തൊന്നും ഒരുത്തൻ പറഞ്ഞു ഞാൻ ടിഗറായിരുന്നു. നോ. എന്ത് ടിഗറിങ്? അവിടെ ആരും ഇങ്ങനെയുള്ളൊരു തെറ്റ് ചെയ്തിട്ട് മറ്റുള്ള കച്ചറ കുഴപ്പങ്ങൾക്കൊക്കെ എല്ലാ വിവരക്കേടിനും നിങ്ങൾ താന്തോന്നികളായിരുന്നില്ലേ? അപ്പോൾ ഒരു സത്യസന്ധമായൊരു കേസ് വന്നപ്പോൾ അതിനെ എതിർക്കാൻ മരവാഴകൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് അവർ അഭിപ്രായം മാറ്റിക്കളിക്കുന്നു. ഇതാണ് യഥാർത്ഥ ഗെയിം സ്ട്രാറ്റജി. ഇത് നിങ്ങളുടെ സ്ട്രാറ്റജി, ഒളിക്കാനുള്ള സ്ട്രാറ്റജി. ഇത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച സ്ട്രാറ്റജിയല്ല. നിങ്ങളും അതിൽ ഉൾപ്പെടുന്നു എന്നത് നിങ്ങളുടെ മറവികളിൽ നിന്ന് തന്നെ തെളിഞ്ഞില്ലേ? ഒരാളെ പക്ഷേ ലക്ഷ്മി പറഞ്ഞ അഭിപ്രായത്തെ ആരും ആ അഭിപ്രായം സ്വാധീനിച്ചിട്ടില്ല. പക്ഷേ അത് സമൂഹത്തിൽ എത്ര വലിയ സ്വാധീനം ചെലുത്തിയെന്നത് നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടി. അത് തെറ്റാണ്. മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ എങ്ങനെയാകുന്നത് എന്നതാണ് എനിക്ക് ചിന്തിച്ചിട്ട് കിട്ടാത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കമ്മ്യൂണിറ്റി ഈ ലോകത്ത് നിന്ന് നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല, അവരും മനുഷ്യരാണ് എന്നത് നമ്മൾ ചിന്തിക്കുക. അവരും ഹ്യൂമാനിറ്റിയിൽ നിന്നുണ്ടായ ഒരു ഹ്യൂമൻസിൽ നിന്നുണ്ടായ ഒരു വിഭാഗക്കാർ തന്നെയാണ്. അതല്ല എന്നത് ഇവർ എത്ര പറഞ്ഞാലും അതല്ലാതാവുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ പല മനുഷ്യർ ഈ ലോകത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ലോകം ഒരു വട്ടമുള്ള ലോകമാക്കി മാറ്റി. ഒരു റൗണ്ട് ലോകമാണ്. ലോകം വളഞ്ഞും തിരിഞ്ഞും അതേ രൂപത്തിൽ തന്നെ നിങ്ങളുടെ നേറുകയിൽ വന്ന് ചോദിക്കും. ആ ഉത്തരം നിങ്ങളെ തേടിയിട്ട് തന്നെ വരും. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ ആ ചോദ്യം മാഞ്ഞു വന്ന് നിൽക്കും. കാരണം അത് നിങ്ങൾക്ക് കിട്ടേണ്ട മറുപടിയാണ്. നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു കൊട്ടാണ്. ആ കൊട്ട് ചെറിയ കൊട്ടല്ല, വലിയ കൊട്ട തന്നെയാണ് നിങ്ങൾ വാങ്ങിച്ച് കൂട്ടിയത്. അതിൻ്റെ അക്സെപ്റ്റൻസ് നിങ്ങൾക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിലാവും. അതാണ് ഞാൻ പറയുന്നത്. ഒരു സൊസൈറ്റിയിൽ പറയേണ്ടതേ പറയാവൂ, പറയേണ്ടാത്തത് പറയരുത്. ഇതൊക്കെ കമ്പാരിസൺ ചെയ്യാൻ പറ്റാത്ത ഐറ്റമാണ്. അതുകൊണ്ട് ബിഗ് ബോസിൽ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ചിരി വരും. ഒരു കോമഡികളാണ് എല്ലാം നടക്കുന്നത്. അപ്പം ഇതും ഒരു കോമഡിയായി ചിത്രീകരിക്കാം. ബൈ ഫോർ എവർ.